In the last classes, we have seen the parametric representation of a function and the method of finding the derivative of a function if the function is given in its parametric form. The parametric representation of a function is always in the form x is equal to a function of t or theta. Similarly, y is equal to another function of t or theta. Then dy by dx is equal to dy by d theta divided by dx by d theta, or dy by dt divided by dx by dt. That is a parametric representation. Next, we consider logarithmic differentiation. Logarithmic differentiation means to find the derivative of certain functions, we take logarithm and then find its derivative. That is logarithmic differentiation. Logarithmic differentiation means by taking logarithm, we find the derivative of the given function. To find the derivative of certain functions, logarithmic differentiation is the only possible case. Only possible. For example, you consider y is equal to x raised to x. If y is equal to x raised to n, then what is the derivative? Dy by dx is equal to n into x raised to n minus 1. X raised to x. That is x into x raised to x minus 1. X raised to n, if n is a real number, then we have a derivative of x raised to n is equal to n into x raised to n minus 1. If x raised to x, y is equal to x raised to x, or sin x raised to x, or sin x raised to cos x, log x raised to x, അതിൻ്റെ എക്സ്പോണൻ്റ് തന്നെ വീണ്ടും ഫംഗ്ഷനാണ്. എന്നാൽ ചില കേസുകൾക്കകത്ത് എന്താണ് ലോഗരിതം എടുത്തിട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സർട്ടൻ ഫംഗ്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി കൺസിഡർ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. വാട്ട് യു മീൻ ബൈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ? This method means that logarithmic differentiation is applicable in the following cases. ഈ പറയുന്ന കേസുകൾ വന്നാൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എടുക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് എക്സ്പോണന്റ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് അഗെയിൻ എ ഫംഗ്ഷൻ. എക്സ്പോണന്റ് ഓഫ് ദി ഫംഗ്ഷൻ fn ഫംഗ്ഷൻ ഈസ് അഗെയിൻ എ ഫംഗ്ഷൻ. Exponent of the function is again a function means, for example, we consider y is equal to x raised to x. Here x exponent അത് വീണ്ടും എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്, വേരിയബിൾ ആണ്. അല്ലെങ്കിൽ y is equal to x raised to sin x. x raised to sin x ന്റെ ഡെറിവേറ്റീവ് ഏതാണ്? n minus 1. അതാണ് sin x minus 1 into x raised to sin x minus sin x in n into x raised to n minus 1 എന്നാണ്. അല്ല, x raised to n വേറെ, n is a real number ആണ്. ഇത് റിയൽ നമ്പർ അല്ല, ഇത് sin x raised to cos x. So sin square x sin cube x ഒക്കെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ x raised to 5, x raised to 5 or x raised to 7, then we have 7 into x raised to 6. Here the exponent is again a function. അത് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എക്സ്പോണന്റ് വീണ്ടും ഫംഗ്ഷൻ ആയാൽ അവിടെ നമ്മൾക്ക് ഏത് മെത്തേഡ് മാത്രമാണ് പോസിബിൾ? അത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ഒരു പ്രോബ്ലം കിട്ടിയാൽ അത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, വേർ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഈസ് ആപ്ലിക്കബിൾ ദ ഫസ്റ്റ് വൺ. എന്ത്? ആ ഫംഗ്ഷൻ്റെ എക്സ്പോണന്റ്, അതായത് എക്സ്പോണന്റ് മീൻസ് നമ്മൾ പറഞ്ഞ കൃത്യം എക്സ് റേസ് ടു, അതുപോലെ എക്സ് റേസ് ടു സൈൻ എക്സ്, സൈൻ എക്സ് റേസ് ടു സൈൻ എക്സ്, കോസ് എക്സ് റേസ് ടു കോസ് എക്സ്, അങ്ങനെയൊക്കെ പറയാം. കോസ് എക്സ് റേസ് ടു എക്സ്, ആ എക്സ് റേസ് ടു എക്സ്പോണന്റ് അത് വീണ്ടും ഫംഗ്ഷൻ ആയാൽ, അല്ലെങ്കിൽ എക്സ് റേസ് ടു ലോഗ് എക്സ്, എക്സ് റേസ് ടു ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് റേസ് ടു എക്സ് എന്നൊക്കെ പറയാം. ആ റേസ് ടു എന്നുള്ള എക്സ്പോണന്റ് അത് വീണ്ടും ഫംഗ്ഷൻ ആയാൽ അവിടെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ മാത്രമാണ് പോസിബിൾ ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഓക്കെ, സെക്കൻഡ് കേസ്, ഇഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ദി പ്രോഡക്റ്റ് ഓർ കോഷ്യന്റ് ഓഫ് ടു ഓർ മോർ ഫംഗ്ഷൻസ്. ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? രണ്ടോ അതിൽ കൂടുതലോ ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റോ കോഷ്യൻ്റോ ഫോമിൽ വരിക. അങ്ങനെ വന്നാലും ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആയിരിക്കും എളുപ്പം. ആപ്ലിക്കബിൾ എന്നല്ല, എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, y is equal to sin x into cos square x divided by root of 1 minus x square into x raised to 5 by 2. രണ്ടോ അതിൽ കൂടുതലോ ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് കോഷ്യൻ്റോ ആണ്. ഞാൻ അങ്ങനെ ഒന്നിൽ കൂടുതൽ റൂട്ടുകളോ പ്രോഡക്റ്റുകളോ കോഷ്യൻസ് ഫോമിലോ വന്നു കഴിഞ്ഞാൽ, ന്യൂമറേറ്ററുകളും ഡിനോമിനേറ്ററുകളും ടൈപ്സ് വന്നു കഴിഞ്ഞാൽ അവിടെയും ഏതായിരിക്കും എളുപ്പം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആയിരിക്കും. രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണെന്നായിരിക്കും. അവിടെയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇഫ് ദ എക്സ്പോണന്റ് ഓഫ് ദ ഫംഗ്ഷൻ x raised to x square x cube എന്നുള്ളതിനൊക്കെ പകരം
where x raised to sin x എന്നോ x raised to cos x ഓ sin x raised to log x എന്നോ sin x raised to x എന്നോ sin x raised to cos x എന്നോ sin x raised to tan x അങ്ങനെയൊക്കെ വരാം. എക്സ്പോണന്റ് വീണ്ടും ഫംഗ്ഷൻ ആകുകയാണെങ്കിൽ in that case to find the derivative we apply logarithmic differentiation. And again, if the given function is the product or quotient of two or more functions, ഇതെല്ലാം കൂടെ വീണ്ടും ഇതെല്ലാം മൊത്തം x1/3 എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ലോഗരിഥമിക് ഡിഫറൻസിയേഷൻ ആയിരിക്കും. എന്നാൽ ലോഗരിഥമിക് ഡിഫറൻസിയേഷൻ മീൻസ് എന്താ? y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ രണ്ട് വശത്ത് ലോഗരിഥം എടുക്കും, ലോഗരിഥത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ദെൻ ഫൈൻഡ് dy by dx എഴുതും. എങ്ങനെയാണ്? ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് വി കൺസിഡർ ലോഗരിഥം ഓൺ ബോത്ത് സൈഡ്സ്. എന്നിട്ട് പ്രോബ്ലം നോക്കാം. എന്നിട്ട് ലോഗരിഥം കിട്ടിയാൽ എന്തായിരിക്കും? ലോഗരിഥത്തിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യും, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യും, ലാസ്റ്റ് ആൻസർ ചെയ്തു. അന്നേരം ടു ഫൈൻഡ് എന്തായിരിക്കും അതിൻ്റെ ലോഗരിഥമിക് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിഥം. അതായത് നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിഥംസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി log m into n. Log of m into n, a product log of m into n is equal to log m plus log n. Log m into n is equal to log m plus log n. Actually log m plus n not equal to log m plus log n. ഈ പ്രോപ്പർട്ടി ഇല്ല. ഇങ്ങനെ log m plus n, log of m plus n ഇതിന്റെ വാല്യൂ എന്തല്ല? not equal to log m plus log n. ഇതിന്റെ പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ log m into n ആയാൽ log m plus എന്തായിരിക്കും? log m ആയിരിക്കും. സെക്കൻഡ് log product is log m into n is equal to log m plus log n. രണ്ടാമത് log m by n is equal to log m log of numerator minus log of denominator, log m minus log m. അപ്പോൾ log sin x by cos x ആണ് ചെയ്യുക. അപ്പോൾ log of sin x by cos x ആയ അല്ലെങ്കിൽ ഇതിന്റെ log എടുത്ത log of numerator minus log of denominator എഴുതും. log of a by b is equal to log a by log minus log b. ഇതാണെങ്കിൽ log numerator minus log denominator. A second property log m by n is equal to log m minus log m. Then log a raised to log of a raised to n is equal to m into log a. Log of a raised to n is equal to m into log a. Now for example log of x raised to sin x ആണ് ചെയ്യുക. ഇതിന്റെ log log of x raised to x. Log x raised to n is equal to എന്താണ്? m into log a. നമ്മൾ x into log x ആണ്. ഇതുമായ log of x raised to sin x is equal to sin x m into that sin x into log x ആണ്. ഇത് cos x into log sin x ആണ്. log a raised to m is equal to m into log a, a very important property. log a raised to m into log a, log m log m plus log m, log m divided by n, log m minus log m. Okay, then next log 1. What is log 1 is equal to log 1 is equal to ഏത് ബേസിലായാലും ബേസ് ഇ ആയാലും ബേസ് 10 ആയാലും log 1 0. കാരണം ബേസ് 10 ആണെങ്കിൽ 10 raised to 0 ആണ്. 10 raised to 0 is equal to 1 അല്ലേ? 10 raised to 0 ആണ് 1 ആകുന്നത്. അതുപോലെ e raised to 0 ആണ് 1. കാരണം 1 കിട്ടണമെങ്കിൽ ഇതിന്റെ ഏത് പവർ എടുക്കണം? 0. 1 കിട്ടണമെങ്കിൽ ഇതിന്റെ ആയാലും എന്തായിരിക്കണം എന്നാണ്? 0th പവർ ആണ്. ഓക്കെ, എന്നാൽ log 1 to the base e is equal to log 1 is equal to 0. ഇനി അടുത്ത് log e is equal to 1. log e log of e യുടെ വാല്യൂ ബേസ് e raised to 1 ആണ് e. അതാണ് log 1 e to the base e is equal to 1. log e is equal to 1. Then log of root x. What is log of root x? Root x is x raised to 1 by 2. root x എന്ന് പറഞ്ഞാൽ x raised to 1 by 2. cube root of x of x raised to 1 by 3. fourth root of x x raised to 1 by 4. The log of root x means log of x raised to 1 by 3. The cube root of log of cube root of x ആണ് log of x raised to 1 by 3. We know log a raised to m എന്താണ്? What is log a raised to m? m into log a. Now 1 by 3 log x. Now log cube root of x is equal to 1 by 3 log x. Log fifth root of x is equal to 1 by 5 log x. എത്ര സിമ്പിൾ ആയിട്ട് മാറും? ഫിഫ്ത്ത് റൂട്ടിനെ 1 by 5 into എന്നാക്കി. അപ്പോൾ log of x raised to 10
What is log of x raised to 10 into log x? Then what is the derivative of log x? We know derivative of log x is equal to 1 by x. Log u 1 by u, log v 1 by v, log t 1 by t. Then derivative of a raised to x. What is the derivative of a raised to x? A raised to x into log a. That is a raised to x in y and 2 is the log of the 2 is the log of the a raised to x into log a. Second, this is logarithmic differentiation. The logarithmic differentiation is to find the derivative of a function, we consider logarithm. And we apply the properties of the logarithm. And then using the properties of the logarithm, we find the derivative. That method is logarithmic differentiation. Second, logarithmic differentiation is applicable where the case is first one. A problem with logarithmic differentiation, parametric representation, property. If the given function, the exponent of the given function is again a function, x raised to x, a raised to x, sin x raised to x, sin x raised to cos x. If the exponent is a function, is again a function, we consider logarithmic differentiation. If the given function is the product or quotient of two or more functions, like cube root of, fifth root of, there also we apply logarithmic differentiation. The properties of this logarithm. Log mn, log m plus log n, log n divided by n, log m minus log n, log a raised to m into log a, log 1 is equal to 0, log e is equal to 1, log of nth root of x. Nth root of x is equal to 1 by n into log x. That is log of nth root of x. What is nth root of x? Nth root of x means x raised to 1 by n. Then log of nth root of x means log of x raised to 1 by n equal to 1 by n into log x. Log of 10th root of x square plus 1. Log of root of x square plus 1. Log of root of x square plus 1 means log of x square plus 1 raised to 1 by 2. That is equal to 1 by 2 into log of x square plus 1. Second, then derivative of a raised to x into log a. That is the logarithmic differentiation. Chella functions derivative logarithmic differentiation function exponent function x raised to x derivative x raised to n. What is the derivative of x raised to n? Derivative of x raised to n is equal to 8 into x raised to n minus 1. But derivative of x raised to x not equal to x into x raised to x minus 1. X raised to sin x into x raised to sin x minus 1. Exponent function property logarithmic differentiation. In your problem, logarithmic differentiation means to find the derivative, we consider logarithm on both sides, apply the properties of the logarithm, then differentiation, derivative of u, log u is equal to 1 by u, derivative of log x is equal to 1 by x, etc. Second, now this is an important, very important section, logarithmic differentiation. We do the same here, no continuation, not like the same here. We have seen logarithmic differentiation. That means to find the derivative of certain functions, we consider logarithm and then find dy by dx. Okay? Then consider certain examples. Logarithmic differentiation. Then let y is equal to x raised to x, or find the derivative of dy by dx. Find the derivative of y is equal to x raised to x. See, what is x raised to n? Derivative of x raised to n is equal to n into x raised to n minus 1. Here, x raised to n is a real number. Here it is x raised to x. Exponent is again a function. If the exponent is again a function, then to find the derivative, we consider logarithm. Our function exponent function logarithmic differentiation. Logarithmic derivatives. And the derivative into x into x raised to x minus 1. X real number. With x raised to x, exponent is again a variable, a function of x. X raised to sin x. Then, what is logarithmic differentiation? We consider logarithm on both sides. Take given function is y is equal to x raised to x. Take logarithm on both sides.
Logarithmic differentiation ചെയ്യുന്ന മാർഗ്ഗം അതാണ്. രണ്ട് വശത്തും ലോഗരിതം എടുക്കും. അന്നേരം log y is equal to log y is equal to log of x raised to x. That is, what is log of a raised to m? Log of a raised to m is equal to m into log a. Log of x raised to x is equal to x into log x. This a raised to m into log a or x log x. That is, log y is equal to x into log x, x log x. Now differentiation, logarithm, then differentiate here. Logarithm, log y, or differentiation. What is the derivative of log y? Log x is 1 by x, log u 1 by u, log t 1 by t, log y 1 by y. Ini log u 1 by u, ini u into derivative, du by dx, 1 by y into y derivative dy by dx. Ini log of y, derivative, log 1 by y, ini y into dy by dx. Then 1 by y into dy by dx is equal to here x into log x, product of two functions. To find the derivative, we apply product rule. First into an x into derivative of log x 1 by x. Logarithm property applied with the derivative. X into derivative of log x 1 by x plus second log x into derivative of x 1. Then dx by dx another one. But dy by with respect to x, dy by dx. And dx by dx. That is 1 by y into dy by dx is equal to x into x, 1 by x cancelling, 1 plus log x. Or dy by dx is equal to 1 by y into y apparatthekku kondirukku. Y apparatthekku vannal 1 by y ennulla y apparatthekku vannal y into 1 plus log x. What is y? Y is equal to x raised to x. Or d divided by dx of y, d divided by dx or derivative of x raised to x is equal to y. Y is x raised to x into 1 plus log x. ഇതാണ് ചെയ്യുന്ന മാർഗ്ഗം. എല്ലാം കണക്കുകളും രണ്ട് വശം ലോഗരിതം എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, then dy by dx ഇടുക. സെക്കൻഡ്, ഇനി വീണ്ടും ഒരു പ്രോബ്ലം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x raised to x. എന്നാൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x raised to x എന്നാണ് പറഞ്ഞാൽ ലെറ്റ് y is equal to x raised to x എന്ന് എഴുതുക. എന്നിട്ട് x raised to x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy by dx കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ u is equal to x raised to x, then find du by dx എന്ന് എഴുതുക. Okay? Or derivative of log x is equal to 1 by x, derivative of x raised to x is equal to x raised to x, that is y into y is x raised to x into 1 plus log x. Similarly, next, let y is equal to a raised to x. നമ്മൾ എഴുതിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് a raised to x? a raised to x into log e. അതെങ്ങനെ കിട്ടും നോക്കുക. എക്സ്പോണന്റ് വീണ്ടും ഫംഗ്ഷൻ ആണ്. ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി we consider logarithm on both sides. അതാണ് y is equal to a raised to x. The exponent വീണ്ടും ഫംഗ്ഷൻ. If the exponent is a function of a, is again a function of x, then we take logarithmic differentiation. Then log, taking logarithm on both sides. Log y is equal to log of a raised to x. That is log of a raised to m into log a. That is log y is equal to x into log a. Log of a raised to m is m into, that is x into log a. Logarithm property apply. Ini on differentiation. And you have to differentiate here. What is the derivative of log y? Derivative of log y is equal to 1 by y. Ini y derivative. Then 1 by u, ini u derivative എന്ന് പറഞ്ഞ പോലെ 1 by y into dy by dx, y derivative. Then log y derivative 1 by y into dy by dx is equal to, here log a. Log a means it is a constant. Log x ആണെങ്കിൽ ഫംഗ്ഷൻ ആണ്. ഇത് ഫംഗ്ഷൻ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാറില്ല. a constant into x ആണ്. That is log a into derivative of x. Log a into 2x ന്റെ ഡെറിവേറ്റീവ് 2 into x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. കോൺസ്റ്റന്റ് into x ന്റെ ഫംഗ്ഷൻ ഓഫ് x ന്റെ കോൺസ്റ്റന്റ് അവസ്ഥയിൽ എടുക്കും. എന്നാൽ log a into derivative of x is equal to log a. That is dy by dx is equal to 1 by y into dy by dx ആണ് log a. Therefore dy by dx y അപ്പുറത്തേക്ക് കൊണ്ടുവരും. 1 by y ഡിനോമിനേറ്ററിലുള്ള y അപ്പുറത്തെ ന്യൂമറേറ്റർ, that is y into log a. What is y? Y is equal to a raised to x. A raised to x into log a. That is derivative of a raised to x is equal to a raised to x into log a. Okay?
This is the method of logarithmic differentiation. We consider logarithm on both sides, apply the property of the logarithm, then differentiate. Log y derivative 1 by y into dy by dx. So, okay? Log u derivative 1 by u into du by dx. Etc. This is the same. Save it in the back end. Save it. Using logarithmic differentiation, find the derivatives of these two functions. So again, find the derivative of first one, y is equal to cos x raised to log x. Second problem, y is equal to e raised to x raised to x. See, y is equal to cos x raised to log x. What is the exponent? Log x. Log x means it is a function of x. Here also e raised to x raised to x. Like e raised to x raised to x. Exponent is again a function. If the exponent of a function is again a function, to find the derivative we consider logarithmic differentiation. Log x raised to log x, cos x raised to log x, the exponent will be a function. The x raised to x. അങ്ങനെ exponent വീണ്ടും function to find the derivative we consider logarithmic differentiation. ഇനി ഒരു problem, find the derivative of cos x raised to log x എന്ന് മാത്രം അംഗീകരിക്കുക. Then let y is equal to cos x raised to log x. Then find dy by dx. Dy by dx is derivative of y derivative. Find the derivative of e raised to x raised to x. അങ്ങനെ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ let y is equal to e raised to x എന്ന് എഴുതും. എന്നാൽ dy by dx കാണും. എന്നാൽ here the exponent is again a function. Then to find the derivative we consider logarithm. First one given y is equal to cos x raised to log x. Take the logarithm on both sides. Because reason that the exponent is again a function. If the exponent of the function is again a function, to find the derivative we consider logarithmic differentiation. The logarithm, take logarithm on both sides. That is log y. Log y is equal to log of cos x raised to log x. That is, this is in the form log of a raised to m. That is log y is equal to, what is log a raised to m? M into log a. That is log x into log of cos x. Log x into log of cos x. M into log a. That is log x into cos log x. Log of cos x. Then on differentiation. Differentiating both sides becomes the derivative of log y. 1 by y into dy by dx. Log u derivative 1 by u into du by dx. Log y 1 by y into dy by dx is equal to log x into, this is log of cos x. Log a into log b not equal to log a plus log b. Log of a into b is equal to log a plus log b. Here it is log x into log cos x. This is not equal to log x plus log cos x. Then apply product rule. Log x into first into derivative of second. Derivative of log cos x. Log u derivative 1 by u, 1 divided by cos x. Then u into derivative, cos x and derivative minus sin x. Okay? Log cos x. Log u. What is the derivative of log u? 1 by u, 1 by cos x. Then derivative of u, cos x into minus sin x. First into derivative of second plus second. Log cos x into derivative of first. Log x derivative 1 by x. 1 by x into dx by dx. Dx by dx is equal to 1. No derivative. Log u derivative 1 by u into du by dx matter. But dx by dx I don't derivative. That is log x into the sin x by cos x. Sin by cos tan x. Minus tan x into sin x by cos x. Tan x into this log x. Plus log cos x by x. That is 1 by y into dy by dx. Then what is dy by dx? Dy by dx is equal to y upon divide in y and multiply y into minus tan x log x. Y into minus tan x log x plus log cos x by x. What is y? Y is equal to cos x raised to log x. That is cos x raised to log x. Y into minus tan x log x plus log cos x by x. Or derivative of cos x raised to log x is equal to this value.
cos x raised to log x into minus tan x log x plus log of cos x by x. Okay? Logarithmic differentiation. A simple property, simple method. Then what is given? Y is equal to e raised to x raised to x. And that is again exponent into function. Since the exponent is a function of x, to find the derivative we take logarithm. Then taking logarithm on both sides. Taking logarithm on both sides. We have log y is equal to log of e raised to x raised to x. Log of e raised to x raised to x. This is a raised to m. A raised to m formula. Log of a raised to m is equal to m into x raised to x. The log of e raised to m. What is log of e raised to m? E raised to m means m into log e. That is, this is equal to m into this x raised to x into log e. This is a raised to m. M into log e. That is x raised to x into log e. Okay? That is, log y is equal to x raised to x into. What is log e? Log e is equal to 1 again. Log e value x raised to x into log e means 1 or x raised to x. Log y is equal to x raised to x. On differentiation, log y derivative 1 by y into dy by dx is equal to derivative of x raised to x. What is the derivative of x raised to x? X raised to x is x raised to x into 1 plus log x. This is the problem. The derivative of x raised to x is equal to x raised to x into 1 plus log x. But if you have x raised to x into log x raised to x into 1 plus log x. If you have x raised to x derivative, we will log log y is equal to x raised to x. Differentiate 1 by y into dy by dx is equal to derivative of x raised to x. Derivative of x raised to x raised to x into y into u and then du by dx. X raised to x derivative in the method x raised to x into 1 plus log x. This y would upper what is dy by dx? Dy by dx is equal to 1 by y into x raised to x into 1 plus log x. What is y? Y is equal to e raised to x raised to x. Then e raised to x raised to x into x raised to x into 1 plus log x. This is a very important problem. Okay. There are two problems that are important. Let's see the problems. E raised to x raised to x is equal to log y is equal to x raised to x. Differentiate 1 by y into dy by dx is equal to x raised to x into derivative of x raised to x into derivative x raised to x into log 1 plus log x. Ini dy by dx. y y into that is y into x raised to x into 1 plus log x. What is y? E raised to x raised to x. E raised to x raised to x into x raised to x into 1 plus log x. Important problems are. This is save it note like water. And now the problem is very important. So save it.